MOU ഒപ്പിടാൻ അല്ലെങ്കിൽ ആർക്ക് ഇത്ര ധൈര്യം വരും? ഒരു സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തെ ഞങ്ങൾ നിഷ്പ്രയാസം അനായാസം കൈകാര്യം ചെയ്യോളാം എന്നുള്ള ഒരു അഹന്തയിലോ അഹങ്കാരത്തിലോ അധികാരത്തിലേക്കോ മോഹത്തിലേക്കോ ഒക്കെ എത്താൻ എങ്ങനെ ധൈര്യം വന്നു അദാനിക്ക്? ആരാണ് ആ ധൈര്യം കൊടുത്തത്? അത് നമുക്കറിയാൻ അവകാശമില്ലേ? അതുകൊണ്ട് ഈ കാര്യത്തിൽ അദാനിയും MSCയും തമ്മിലുള്ള ഈ കച്ചവടത്തിന്റെ പിന്നിൽ UDFന്റെ ഉന്നതന്മാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അറിഞ്ഞില്ല എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ സൂചിപ്പിച്ചത് ഒരു അന്തർനാടകമുണ്ട്, ഇതിൽ ദുരൂഹതകളുണ്ട് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞു. വെൽക്കം റെസ്പെക്ടഡ് ഗൗതം അദാനി, അവർ പാർട്ണർ. വെൽക്കം ഓൺ ബിഹാഫ് ഓഫ് ദി റിസപ്ഷൻ കമ്മിറ്റി. जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर, ये बदलता हुआ भारत है. യെസ്, വാസവൻ അന്നേ പറഞ്ഞതാ. പറഞ്ഞത് വളരെ കൃത്യവുമാണ്. വാസവൻ അന്ന് പറഞ്ഞു, ഹമാര പാർട്ട്ണർ, അവർ പാർട്ട്ണർ, വെൽക്കം അവർ പാർട്ട്ണർ ഗൗതം അദാനി എന്ന് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത ദിവസം സാക്ഷാൽ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ഗൗതം അദാനിയെയും വേദിയിലിരുത്തിക്കൊണ്ട് അവർ പാർട്ട്ണർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ജൂലൈ 1-ാം തീയതി ദേശാഭിമാനിയിൽ വന്നൊരു വാർത്തയുണ്ട്. വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം, LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം. യെസ്, ഇങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് അദാനി പോർട്ട് കമ്പനി എന്ന് പറയുന്ന കമ്പനി നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ അദാനി കമ്പനി കൃത്യമായിട്ട് പിണറായി വിജയനുമായിട്ടും LDF സർക്കാരുമായിട്ടും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ദേശാഭിമാനിയിലെ വാർത്ത. ദേശാഭിമാനി വെറുതെ വാർത്ത കൊടുക്കുന്നതൊന്നല്ല. ദേശാഭിമാനിക്ക് ഓരോ കാര്യങ്ങളും എന്താണ് എന്നുള്ളത് ദേശാഭിമാനിക്ക് AKG സെൻറ്ററിൽ നിന്നുള്ള ഇൻഫർമേഷൻ പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൈരളിയെയും ദേശാഭിമാനിയെയും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയത് LDF സർക്കാരാണ്. പൊതു ഖജനാവിൽ നിന്നുള്ള പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് LDF സർക്കാർ 10 വർഷം ദേശാഭിമാനിയെയും കൈരളിയെയും വളർത്തിയത്. അപ്പോൾ ആ ദേശാഭിമാനി എഴുതിയ LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം വളരെ കൃത്യമായിരുന്നു. പിറ്റേന്ന് തന്തയില്ലായ്മ തരം കാണിച്ച് വാർത്ത മുക്കിയെങ്കിലും വന്ന വാർത്ത ജനങ്ങളുടെ കയ്യിലെത്തിയ വാർത്ത വാർത്തയല്ലാതെ ആവുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ ഈ പറയുന്ന LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞ് 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പുകഴ്ത്തിപ്പാടിയവർ പിറ്റേന്ന് അത് സതീശൻ്റെ തലയിൽ കെട്ടിവെക്കുക. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ സതീശൻ്റെ തലയിൽ കെട്ടിവെച്ചാലും കുഴപ്പമൊന്നുമില്ല. വളരെ കൃത്യമാണ്. വാസവനും അന്ന് പറഞ്ഞതാണ് അവർ പാർട്ട്ണർ. കൃത്യമാണല്ലോ. അദാനിയെ സ്വാഗതം ചെയ്യുമ്പോൾ, അദാനിയെ വെൽക്കം ചെയ്യുമ്പോൾ മന്ത്രിയായിരുന്ന VN വാസവൻ്റെ വാക്കുകളാണ് അവർ പാർട്ട്ണർ. ഈ അവർ പാർട്ട്ണർ എന്ന വാക്കിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് ആ വേദിയിലുണ്ടായിരുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. നരേന്ദ്രമോദി ചോദിച്ചു, ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിലെ ക്യാബിനറ്റിലെ അംഗം പറയുന്നു അവർ പാർട്ട്ണർ. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അന്ന് നരേന്ദ്രമോദിയും അവിടെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. നരേന്ദ്രമോദിക്ക് ഇപ്പോൾ അദാനിയോട് വലിയ വിദ്വേഷം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അദാനി സ്വന്തക്കാരനാകാത്തത് കൊണ്ടോ അല്ല, മറിച്ച് VN വാസവൻ്റെ അവർ പാർട്ട്ണർ എന്ന് പറയുന്ന പ്രയോഗത്തെ നരേന്ദ്രമോദി എന്നവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, അല്ലേ? വളരെ കൃത്യമാണല്ലോ. ഇനി ഒരു കാര്യം ആലോചിക്കുക. അപ്പം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഗോവിന്ദൻ ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാനാണ് തന്ത എന്ന് പിണറായി വിജയൻ ബോർഡുകൾ വെച്ചെടുത്ത് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കോവിന്ദൻ, AI കോവിന്ദൻ, MV കോവിന്ദൻ അല്ല, AI കോവിന്ദൻ
ഈ AI ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? വ്യക്തമാക്കപ്പെട്ടതാണല്ലോ. എന്താണ് വ്യക്തമാക്കപ്പെട്ടത്? വിഴിഞ്ഞം തുറമുഖ പദ്ധതി കരാർ ഒപ്പിട്ടതും അത് തുടങ്ങിയതും അത് സാക്ഷാത്കരിച്ചതും ഉമ്മൻചാണ്ടിയാണ്, UDF സർക്കാരാണ് എന്ന് ഇന്നലെ പറയുന്നു. എന്നാൽ മാസങ്ങൾ 2 മുമ്പ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതേ ഗോവിന്ദനും ഇതേ പിണറായി വിജയനും ഞങ്ങളാണ് തന്ത, വിഴിഞ്ഞത്തിന് തന്തമാരുടെ തള്ളിക്കയറ്റമായിരുന്നു അല്ലേ? അപ്പോൾ വളരെ കൃത്യമാണല്ലോ. ഇപ്പം ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. അദാനി ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് LDF സർക്കാരുമായിട്ട് നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്, അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ പരിശോധിക്കാനൊന്നുമില്ല. കാരണം അങ്ങനെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾ ദേശാഭിമാനി അറിഞ്ഞിട്ടുണ്ട്. ആ ചർച്ചകൾ ദേശാഭിമാനി അറിഞ്ഞതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ദേശാഭിമാനി പറഞ്ഞത് എന്ത്? LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഇത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ, ഗർഭിണി ആയപ്പോൾ എന്ന് പറഞ്ഞാൽ ഗർഭമുണ്ടായപ്പോൾ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ തന്ത ഞാൻ തന്നെയായിരുന്നു. പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഗർഭസ്ഥ ശിശു അത് എൻ്റേതല്ലാതായി മാറുക. അതാണിപ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ്റെയും കൂട്ടരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇവർക്ക് തരാതരമാണ്. ചില ഘട്ടങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ തന്തയാവില്ല. ജനിച്ചു കഴിയുമ്പോൾ തന്തയാവാനുള്ള ശ്രമങ്ങൾ നടത്തും. ചില ഘട്ടങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ തന്തയാകും. ജനിച്ചു കഴിയുമ്പോൾ ഞാനല്ല തന്ത എന്ന് പറഞ്ഞ് കഴുകിപ്പോകും. ഇതാണ് ഇവരുടെ തരാതരം നിലപാടെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട് ഡബിൾ തന്ത, മൾട്ടി തന്ത സിൻഡ്രോം എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ആ ഏർപ്പാട് കാലാകാലങ്ങളിൽ ഇവരെ ഈ കേരളം ഇങ്ങനൊന്നും ഇരുന്നില്ല. കാരണം നമ്മുടെ മലയാളിയുടെ സ്റ്റാൻഡേർഡ്, അവൻ്റെ കോമൺ സെൻസ്, അവൻ്റെ വിദ്യാഭ്യാസം, മലയാളിയുടെ ഒരു ടാലൻറ്റ്, അവൻ്റെ കഴിവുകൾ, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഈ ഒരു ലെവലിലൊന്നല്ലായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. കേരളം ലോകത്തിലെ തന്നെ ഒരു വലിയ മേഖലയായി എല്ലാത്തിൻ്റെയും, അത് ഫിനാൻഷ്യൽ മേഖലയിലാവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, ഏത് മേഖലയാണെങ്കിലും ലോകത്തിലെ തന്നെ നമ്പർ 1 പൊസിഷനിലേക്ക് വരേണ്ട ഒരു കുഞ്ഞു സംസ്ഥാനമാണ് കേരളം. കാരണം അത്രമാത്രം പൊട്ടൻഷ്യലുള്ള, അത്രമാത്രം എന്തുകൊണ്ടും കേപ്പബിളായിട്ടുള്ള ജനങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തെ ഇങ്ങനെ പിന്നോട്ടടിച്ചത് ഈ കൃമികീടങ്ങളാണ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഈ സഖാക്കളാണ്. ഈ എല്ലാത്തിനെയും എതിർക്കുക. എന്നിട്ട് ഇവർ ഭരണത്തിലിരിക്കുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പം നിങ്ങളിതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 6000 കോടി രൂപയുടെ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ് വിഴിഞ്ഞം കരാറിൽ ഉമ്മൻചാണ്ടി ഒപ്പിട്ട അന്ന് ദേശാഭിമാനി എന്ന് പറയുന്ന മഞ്ഞപ്പത്രത്തിൽ ആദ്യ പേജിൽ വാർത്ത ഉണ്ടാക്കി എഴുതിയ ആളുകൾ, ആരോപണം ഉന്നയിച്ചവർ, പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുകയെന്നും പുട്ടിന് തേങ്ങിടും പോലെ ഇങ്ങനെ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6000 കോടിയുടെ കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ്. ഇന്ന് എന്തേ ഈ പറയുന്ന അധികാരത്തിൽ വന്നപ്പോൾ ഈ അദാനിയെ അങ്ങ് മാറ്റി നിർത്താൻ ഇവർ തയ്യാറാകാതിരുന്നത്? അദാനിയെ മാറ്റി നിർത്താൻ തയ്യാറാകാതിരുന്നു എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി അദാനിക്ക് സിറ്റ് ഔട്ടിലാണ് കസേര ഇട്ട് കൊടുത്തത് അല്ലേ? സിറ്റ് ഔട്ടിൽ. എന്നാലേ പിണറായി വിജയൻ ബെഡ്റൂമിനകത്ത്, പിണറായി വിജയൻ്റെ ബെഡ്റൂമിനകത്ത് അദാനിക്കൊരു കസേര ഇട്ട് കൊടുത്തു. അത്രയും സ്നേഹമായിരുന്നു, അത്രമാത്രം വലിയ ആത്മബന്ധങ്ങളായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ തരാതരം കാണുന്നവനെയൊക്കെ തന്ത എന്ന് വിളിക്കുന്ന അതേ സ്വഭാവം. ഇപ്പം എന്താ ഇവരുടെ പ്രശ്നം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാൻ പാടില്ല. അത് ഇവർ ഭരിക്കുമ്പോഴാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവർ ഭരണത്തിലില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരാൻ പാടില്ല.
നാട്ടിലൊരു പ്രശ്നം, ഒരു പരിപാടി നടക്കാൻ പാടില്ല, നാട് മുന്നോട്ട് പോകാൻ പാടില്ല, തോന്നുംപടിയൊക്കെ ആയിരിക്കണം, ഇങ്ങനെ കുത്തഴിഞ്ഞ് പോകണം, ഒരു വികസനം ഉണ്ടാവരുത് എന്ന് ഇവർക്ക് വലിയ ആഗ്രഹം. കാരണം എന്താ? ഭരിക്കുന്നത് പിണറായി വിജയനല്ല. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചു, എന്താ ഉണ്ടായേ? ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കൊച്ചി മെട്രോയുടെ സെക്കൻഡ് ഫേസാണ്. അത് സംഭവിച്ചോ? സംഭവിച്ചില്ല. ആദ്യ ഫേസ് ഉമ്മൻചാണ്ടിയുടേതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ വന്നോ? വന്നോ? എന്തെങ്കിലും ഒരു വരയെങ്കിലും വന്നില്ല. ഇനി വിഴിഞ്ഞം പോലെ ബേപ്പൂര്, അഴീക്കോട് ഒക്കെ തുറമുഖങ്ങൾ വന്നോ? നെവർ എവർ വന്നില്ല. അപ്പോൾ ഈ തരാത്തരം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഒരു ചുക്കും ഉണ്ടാക്കിയില്ല, ഒന്നും ഉണ്ടായില്ല, ഒരു പ്രൊജക്റ്റ് പോലും ഉണ്ടായില്ല. കേരളത്തിന് എന്ന് പറയാൻ ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ വീണ്ടും ഈ വഴി മുടക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട്, ഇത് വരും ദിവസങ്ങൾ വരും. സതീശൻ ഇതൊന്നും വിടാൻ പോകുന്നില്ല. സതീശൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കേരളത്തിന് മുമ്പിലേക്ക് എത്തിക്കും. അതിന് നിശ്ചയദാർഢ്യമുണ്ട്, അയാൾക്ക് പദ്ധതികളുമുണ്ട്. അയാൾ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. കേരളത്തെ ഒരു പുതുലോകമാക്കി മാറ്റിമറിക്കാനുള്ള പണിയാണ് അയാൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അയാൾ ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാതെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന എന്താ പറയേണ്ടത്, ജോലി ഉണ്ടാവില്ല, തൊഴിൽ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, വികസനം ഉണ്ടാകാൻ പോകുന്നില്ല, നമ്മുടെ നാട്ടിലെ മറ്റുള്ള ഒരു കാര്യങ്ങളിലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം, അത് വന്നേ മതിയാവുകയുള്ളൂ. അത് വരാതെയൊന്നും ഒരു നാടും പിന്നോട്ട് പോകുകയല്ലാതെ മുന്നോട്ട് പോകില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ കേരളം അങ്ങനെയാ, അത് ഇങ്ങനെയാ, മറിച്ചതാ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് നമ്മൾ മറ്റുള്ള പല സ്ഥലങ്ങളെയും ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാര്യം? വരാത്തതിൻ്റെ കാരണം എന്താ? ഇതിന് ഈ പറയുന്ന ഇപ്പം UDF സർക്കാർ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, ഉമ്മൻചാണ്ടി 2011 മുതൽ 2016 വരെ ചെയ്തു വെച്ച കാര്യം നമ്മൾ 2026 നിൽക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 16 മുതൽ 26 വരെ പിന്നോട്ട് വലിച്ചു, വീണ്ടും ഒന്നും ചെയ്യാതെ ഇരുന്ന് പിന്നോട്ട് വലിച്ചു, വളരെ കൃത്യമായിട്ട് അല്ലേ? അതല്ലേ സംഭവിച്ചത്. ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് 10 വർഷങ്ങളാണ്. ഈ 10 വർഷത്തിൽ ഒരു ചുക്കും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഈ റോഡ് വന്നല്ലോ, പാലം വന്നല്ലോ, അത് റോഡും പാലൊക്കെ എല്ലായിടത്തും വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണോ? നിങ്ങളൊന്ന് ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ പോയൊക്കെ ഇതിനേക്കാളും നല്ല റോഡും പാലും കാണാം. ഇനി അത് വിട്ട് പലയിടങ്ങളിൽ പോയി നോക്ക്, അതിപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ റോഡും പാലും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റോഡും പാലും വരുന്നത് അല്ലല്ലോ വികസനം എന്ന് പറയുന്നത്. റോഡും പാലും മാത്രം, അത് സ്വാഭാവിക വികസനമാണ്. അതിനിപ്പോൾ ഒരു പ്രത്യേക ഭരണാധികാരിയൊന്നും വേണ്ട, അത് വരും, അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് സ്വാഭാവിക വികസനങ്ങളല്ലാത്ത എന്താണ് വന്നിരിക്കുന്നത്? ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, വാസവൻ അന്നേ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, റെഡിയാണ്, അന്നേ പറഞ്ഞു, അവർ പാർട്ട്ണർ. ഈ നിക്ഷേപം അദാനി കമ്പനി MSUമായി ചേർന്ന് നടത്താൻ പോകുന്ന 13,000 കോടി രൂപയുടെ നിക്ഷേപം, അതൊരു വലിയ തെറ്റാണെങ്കിൽ, ഒരു വലിയ അഴിമതിയാണെങ്കിൽ, കൊള്ളയാണെങ്കിൽ അതിനുള്ള എല്ലാ ഉത്തരവാദിത്വവും പിണറായി വിജയനും പിണറായി വിജയൻ്റെ മന്ത്രിസഭയ്ക്കും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.